ഹായ്, വെൽക്കം ടു മിൻഡസ് സ്കൂൾ ഓഫ് ഇംഗ്ലീഷ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ അതിന് തമ്മിലുള്ള വ്യത്യാസം പഠിക്കാം. ബീൻ ടു വേഴ്സസ് ഗോൺ ടു. ബീൻ ടു വേഴ്സസ് ഗോൺ ടു. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മള് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഐ ഹാവ് ബീൻ ടു ഡൽഹി അല്ലെങ്കിൽ ഐ ഹാവ് ഗോൺ ടു ഡൽഹി. ഇന്ന് രണ്ടും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ. ഈ രണ്ട് സെന്റൻസും പ്രസന്റ് പെർഫെക്റ്റിലാണ്, പക്ഷെ അതിന്റെ അർത്ഥം ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഐ ഹാവ് ബീൻ ടു ഡൽഹി ആൻഡ് ഐ ഹാവ് ഗോൺ ടു ഡൽഹി, ഇത് തമ്മില് നല്ല വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബീൻ ടു ആൻഡ് ഗോൺ ടു വിത്ത് ഈസി മലയാളം എക്സ്പ്ലനേഷൻ ആൻഡ് ഡെയിലി ലൈഫ് എക്സാമ്പിൾസ്. ഓക്കെ, നമുക്ക് പഠിക്കാം. ബീൻ ടു അതായത് ടു ടോക്ക് അബൌട്ട് വിസിറ്റിംഗ് എ പ്ലേസ് ഇൻ ദ പാസ്റ്റ്, ഒരു എക്സ്പീരിയൻസ് ആണത്. അതായത് ഒരാൾ അവിടെ പോയി തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ ടു പ്ലസ് ഏത് പ്ലേസ് ആണോ അത്. അതായത് ഒരു സ്ഥലം സന്ദർശിച്ചു തിരിച്ചു വന്നിട്ടുണ്ട്, സന്ദർശിച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പൊ സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ ടു പ്ലസ് പ്ലേസ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ബീൻ ടു ഡൽഹി, ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഇപ്പൊ നമ്മള് തിരിച്ചു വന്നു, തിരികെ വന്നു. ഷീ ഹാസ് ബീൻ ടു ലണ്ടൻ ടോയ്സ്, അവൾ 2 പ്രാവശ്യം ലണ്ടനിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ലണ്ടനിലല്ല, പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, ഹാവ് യു ബീൻ ടു, നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഹാവ് യു ബീൻ ടു ദ ന്യൂ കഫേ, നീ പുതിയ കഫേയിൽ പോയിട്ടുണ്ടോ? ഹാവ് യു ബീൻ ടു ദ ന്യൂ കഫേ. ഹി ഹാസ് നെവർ ബീൻ ടു എ ഹോസ്പിറ്റൽ, അവൻ ഒരിക്കലും ആശുപത്രിയിൽ പോയിട്ടില്ല. ഹി ഹാസ് നെവർ ബീൻ ടു എ ഹോസ്പിറ്റൽ. വി ഹാവ് ബീൻ ടു ദ പാർക്ക് മെനി ടൈംസ്, ഞങ്ങൾ പല പ്രാവശ്യം പാർക്കിൽ പോയിട്ടുണ്ട്. പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഇപ്പോഴല്ല, തിരിച്ചു വന്നിട്ടുണ്ടത്. ഓക്കെ, ബീൻ ടു ഓർക്കുക, പോയിട്ടുണ്ട്, തിരിച്ചു വന്നു. ഇനി നമുക്ക് നോക്കാം ഗോൺ ടു. ഗോ, വെന്റ്, ഗോൺ, ഗോൺ ടു. അതിന്റെ യൂസ് നോക്കാം. ടു സേ സമൺ ഹാസ് ഗോൺ ആൻഡ് ഈസ് സ്റ്റിൽ ദെയർ, ഹാസ് നോട്ട് യെറ്റ് റിട്ടേൺഡ്. പോയിട്ടുണ്ട്, അവിടെയാണ്, ഇപ്പൊ എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. അതായത് കറന്റ് ആബ്സെൻസ് ആണ് കാണിക്കുന്നത്, ഇപ്പൊ അവിടെ ഇല്ല. നേരത്തത് തിരിച്ചു വന്നിട്ടുണ്ട്, ഇത് അവിടെ തന്നെയാണ്. സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ഗോൺ ടു പ്ലസ് പ്ലേസ്. അപ്പൊ അവൻ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. ഹി ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്, ഇനിയും തിരികെ വന്നിട്ടില്ല. ഹി ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്, അവൻ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവനിപ്പോ മാർക്കറ്റിലാണ്, എവിടെ വന്നിട്ടില്ല, തിരിച്ച് വന്നിട്ടില്ല. മൈ ഫാദർ ഹാസ് ഗോൺ ടു ദ ബാങ്ക്, എന്റെ അച്ഛൻ ബാങ്കിലേക്ക് പോയിട്ടുണ്ട്, ഇപ്പോഴും അവിടെയാണ്, തിരിച്ചെത്തിയിട്ടില്ല. വേർ ഹാസ് ഷീ ഗോൺ ടു, അവൾ എവിടേക്ക് പോയി. വേർ ഹാസ് ഷീ ഗോൺ ടു. They have gone to the cinema, അവർ സിനിമ തിയേറ്ററിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ സിനിമയ്ക്ക് പോയിട്ടുണ്ട്, ഇപ്പോഴും അവിടെയാണ്, തിരിച്ചു വന്നിട്ടില്ല. She has gone to school, അവൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്, ഇപ്പോഴും സ്കൂളിലാണ്. ഈ രണ്ട് യൂസേജസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാനാണ് ക്ലാസ് കേട്ടോ. അപ്പൊ ബീൻ ടു, ഗോൺ ടു. ഗോൺ ടു പോയി, ഇപ്പോൾ അവിടെ തന്നെ. ബീൻ ടു പോയി, തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ 2, 3, 4 എക്സാമ്പിൾസ് ഇവിടെ തരാം, നിങ്ങൾ അത് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടുക. മൈ ബ്രദർ ഹാസ് ഡാഷ് അമേരിക്ക, ബ്രാക്കറ്റിൽ ബീൻ ടു ആൻഡ് ഗോൺ ടു. ഹാവ് യു എവർ ഡാഷ് എ മ്യൂസിയം. ഷീ ഹാസ് ഡാഷ് ദ മാർക്കറ്റ്, ഷീ വിൽ കം ബാക്ക് സൂൺ. ഐ ഹാവ് ഡാഷ് ബാംഗ്ലൂർ മെനി ടൈംസ്. വേർ ഹാസ് ഹി ഡാഷ് സ്പേസ്. ഓക്കെ, അപ്പൊ ഇത്ര എഴുതി കമന്റ് ബോക്സിൽ ഇടുക. വളരെ സിമ്പിൾ ആണ്. 2 കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ബീൻ ടു, ഗോൺ ടു ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വളരെ ലളിതമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.